Good morning, dear students. Financial statements of joint stock company ഇന്ന് അസറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് പഠിക്കുന്നത്. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കറണ്ട് അസറ്റ്സ് വിച്ച് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ മോർ ദാൻ 1 year. ലോങ് ടേം ഓർ ഫിക്സഡ് അസറ്റ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലോങ് ടേം ഓർ ഫിക്സഡ് അസറ്റ്സ്. അതായത് 1 yearനേക്കാൾ കൂടുതൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള അസറ്റുകളെയാണ് നമ്മൾ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് എന്നാണ് ഇതിന് പേര് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട നോൺ കറണ്ട് അസറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഷോൾ ബി ക്ലാസിഫൈഡ് ആസ് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ്, വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെൻറ്റ്, ബെയറർ പ്ലാന്റ് ആൻഡ് അതേഴ്സ്. ഇതൊക്കെ എന്ത് ചെയ്യാം? ലീസിന് കൊടുക്കുന്ന, പാട്ടത്തിന് കൊടുക്കുന്ന അസറ്റ്സുകളൊക്കെ നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. നെക്സ്റ്റ് അതിൽ വരുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് അസറ്റ്സ് ആണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അക്വയറിംഗ് ഓർ കൺസ്ട്രക്ടിങ് ടാഞ്ചിബിൾ അസറ്റ്സ് വിച്ച് ആർ നോട്ട് യെറ്റ് റെഡി ഫോർ ഇൻറ്റൻഡഡ് യൂസ്. അതായത് നമ്മൾ എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ്സ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയോ ചിലവാക്കുന്ന എമൗണ്ട് ആണ് ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതായത് ഇത് ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ റെഡി ആവണില്ല. നമ്മളതിൽ കുറച്ചും കൂടി കൺസ്ട്രക്ഷൻസ് നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് നടത്തിയതിന് ശേഷം മാത്രമാണ് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അത്തരത്തിലുള്ള അസറ്റ്സിന് ചിലവാക്കുന്ന എമൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള പേരിൽ പറയുന്നത്. തേർഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. IND AS 40 defines investment property as land or building or both which is held to in rental or capital appreciation or both. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 40 പ്രകാരമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിൽഡിങ്, അതും അല്ലെങ്കിൽ രണ്ടുമാവാം. ഒന്നെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപിറ്റൽ അപ്രീസിയേഷന് വേണ്ടി നമുക്കത് വിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് കിട്ടുന്ന, അതിൽ നിന്നും കിട്ടുന്ന ലാഭം അതിന് വേണ്ടിയോ ഹെൽഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കാം. ഫോർത്ത്, ഗുഡ്വിൽ ഈസ് റിക്വയേർഡ് എന്നാണ്. ഗുഡ്വിൽ ഈസ് റിക്വയേർഡ് ടു ബി പ്രസൻറ്റഡ് ആസ് സെപ്പറേറ്റ് ലൈൻ ഓഫ് ഐറ്റം ഓൺ ദി ഫേസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് എപ്പാർട്ട് ഫ്രം അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വിടുന്ന, ഗുഡ്വിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം, വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം. ഗുഡ്വില്ലിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷന് കൊടുക്കുന്ന വാല്യൂ ആണ് ഗുഡ്വിൽ. അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുണ്ട്. ഇനി അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്: ബ്രാൻഡ് ഓർ ട്രേഡ് മാർക്ക്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, മാസ്റ്റേഡ്സ് ആൻഡ് പബ്ലിഷിംഗ് ടൈറ്റിൽസ്. അതായത് മാസ്റ്റേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ടൈറ്റിലുകൾ, നമ്മൾ എഴുതി വയ്ക്കുന്ന നമ്മൾക്ക് മാത്രമായിട്ടുള്ള ടൈറ്റിൽസാണ്. മൈനിങ് റൈറ്റ്, കുഴിച്ചെടുക്കുന്നതിനുള്ള അവകാശം. കോപ്പി റൈറ്റ്, പേറ്റൻറ്റ് ആൻഡ് അതർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പറഞ്ഞാൽ IPR, നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സൃഷ്ടിയുടെ മുകളിൽ നമുക്കുള്ള അവകാശം. റെസിപ്പീസ്, ഫോർമുല, മോഡൽസ്, ഡിസൈൻസ് ആൻഡ് പ്രോട്ടോടൈപ്സ് നമ്മൾ ഒരു മോഡൽ നോക്കി അതേപോലെ മറ്റൊരു മോഡൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്. ലൈസൻസസ് ആൻഡ് ഫ്രാഞ്ചൈസീസ്, അതേഴ്സ്. ഇതൊക്കെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്. Expenditure incurred on development of intangible assets yet to be finished are accumulated and reported separately under this heading. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഫിനിഷ് ആയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ നമ്മൾ എന്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ ഹെഡിങ്ങിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബെയറർ പ്ലാന്റ്സ്. ബയോളജിക്കൽ അസറ്റ്സ് IND AS 41 പ്രകാരം ലിവിങ് അനിമൽ ഓർ പ്ലാന്റ്, ജീവനുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബെയറർ പ്ലാന്റ്സ് എന്നുള്ളതിൽ വരുന്നത്. അനിമൽ ആയിരിക്കാം, പ്ലാന്റ് ആയിരിക്കാം. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അസറ്റ്സ്. Financial assets generally means cash, financial instruments of another entity and a contractual right to receive cash or other financial assets. ഫിനാൻഷ്യൽ അസറ്റ്സ് ക്യാഷ് ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കാം.
ഒരു കോൺട്രാക്റ്റ് പ്രകാരം നമുക്ക് കിട്ടാനിരിക്കുന്ന ക്യാഷിനെയോ അല്ലെങ്കിൽ കിട്ടാനിരിക്കുന്ന ഫിനാൻഷ്യൽ അസറ്റ്സിനെയും ഇതിൽ ഉൾപ്പെടുത്താം. അതിൽ ഫിനാൻഷ്യൽ അസറ്റ്സിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ a business enterprise may invest its resources in acquiring the securities issued by another enterprise. Such investment may be made either for controlling the other enterprise or simply for making a return, either as periodical or by capital gains. ഒരു ബിസിനസ് എൻ്റർപ്രൈസ് മറ്റൊരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാറുണ്ട്. ഇതെന്തിനു വേണ്ടിയായിരിക്കാം? ഒന്നുകിൽ മറ്റേ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഷെയറൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റീസിൽ നിന്നുമുള്ള വരുമാനം, ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടോ ഡിവിഡൻ്റ് ആയിട്ടോ കിട്ടുന്ന വരുമാനം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കാം. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്, ഷെയറുകളിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രിഫറൻസ് ഷെയർസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഈ നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തും. നെക്സ്റ്റ്, നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾ. എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ടു ബി റിസീവ്ഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് ഓൺ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ടുവേർഡ്സ് ഗുഡ്സ് സോൾഡ് ഓർ സർവീസസ് റെൻഡേഡ് ഈസ് ക്ലാസിഫൈഡ് ട്രേഡ് റിസീവബിൾസ്. നമ്മളെന്തെങ്കിലും ഗുഡ്സ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടോ നമുക്ക് കസ്റ്റമേഴ്സ് തരാനുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ട്രേഡ് റിസീവബിൾ എന്ന് പറയുക. ട്രേഡ് റിസീവബിൾ വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ആഫ്റ്റർ 12 months ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആർ ക്ലാസിഫൈഡ് ആസ് നോൺ കറൻറ്റ്. ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ എമൗണ്ട് അങ്ങനെ കിട്ടാൻ തന്നെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾ എന്നുള്ള പേരിൽ പറയും. ഡെപ്റ്റേഴ്സ് നമ്മൾ സാധാരണ പറയുന്നത്. നോൺ കറൻറ്റ് ലോൺസ്. ലോൺസ് റെപ്രസെൻറ്റ് ദ മണി എക്സ്റ്റെൻഡഡ് ബൈ എൻ്റർപ്രൈസ് ടു അനദർ ആസ് ലോൺ വിച്ച് ഈസ് റീപേയബിൾ ഇൻ ഫ്യൂച്ചർ. ലോൺസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ആഫ്റ്റർ 12 months ആർ ക്ലാസിഫൈഡ് ആസ് നോൺ കറൻറ്റ് ലോൺസ്. ഇപ്പോൾ ലോണുകളും അതേപോലെ തന്നെ 12 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ അതെന്താണ്? നോൺ കറൻറ്റ് ലോൺസിലാണ് ഉൾപ്പെടുത്തുക. ലോങ് ടേം ആയി ഷോർട്ട് ടേം മാറിയിട്ട്. നെക്സ്റ്റ്, അതർ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇപ്പോൾ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് അതർ ദാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ട്രേഡ് റിസീവബിൾസ് ആൻഡ് ലോൺസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ദിസ് ഹെഡിങ്. ഇത് ഈ ട്രേഡ് റിസീവബിളും ലോണും ഫിനാൻഷ്യൽ അസറ്റും അല്ലാത്തത് നമ്മൾ ഏത് ഹെഡിങ്ങിൽ എഴുതും? അതർ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സിൽ എഴുതും. Any financial asset which is known as current in nature and has not been classified in the area headings will get disclosed under this heading. അതായത് കറൻറ്റ് നാച്ചറാണ്, പക്ഷേ നമ്മൾക്ക് ഏതിലാണ് ക്ലാസിഫൈ ചെയ്യേണ്ടതെന്ന് അറിയണില്ലെങ്കിൽ നമ്മൾ ഏത് ഹെഡിങ്ങിൽ എഴുതുക? നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സിൽ എഴുതുക. നെക്സ്റ്റ് വൺ, അടുത്തത് ഡെഫേർഡ് ടാക്സ് അസറ്റ്സ്. Deferred tax assets are recognized due to timing differences between the taxable income and the reported income. Due to such timing difference, an enterprise has paid higher taxes in the current financial year. Deferred tax il varunathu reported income. Paid higher taxes in the current accounting period which will get reversed and result in lowering of tax liability in the future accounting period. The same is recognized as deferred tax asset. അതായത് നമ്മളിപ്പോൾ ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ടാക്സബിൾ ഇൻകം റിപ്പോർട്ടഡ് ഇൻകം തമ്മിൽ ഡിഫറൻസ്. ഇപ്പോൾ ടാക്സ് കൊടുക്കേണ്ട ഇൻകം ഒന്ന്, റിപ്പോർട്ടഡ് ഇൻകം വേറൊന്ന്. അങ്ങനെ നമ്മൾ ഈ വർഷം കൂടുതൽ ടാക്സ് കൊടുത്ത് നിൽക്കുന്നുണ്ട് അവിടെ. നമ്മൾക്കിപ്പോൾ ശരിക്കും ടാക്സ് നമ്മളൊരു 1,50,000 അടച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ ടാക്സബിൾ ഇൻകം റിപ്പോർട്ടഡ് ഇൻകം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1,00,000 അടച്ചാൽ മതി. അപ്പോൾ ആ 50,000 എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ 50,000-നെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. ഡ്യൂ ടു സച്ച് ടൈമിംഗ് ഡിഫറൻസ്, ആ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം കാരണം എൻ്റർപ്രൈസ് ഹൈസ് പെയ്ഡ് ഹയർ ടാക്സസ്. എൻ്റർപ്രൈസ് കൂടുതൽ എമൗണ്ട് ടാക്സ് പേ ചെയ്യാണ് ആ അക്കൗണ്ടിങ് പീരീഡിൽ. വിച്ച് വിൽ ഗെറ്റ് റിവേഴ്സ്ഡ്, അത് റിവേഴ്സ് ചെയ്യും. ആൻഡ് റിസൾട്ട് ഇൻ ലോവർ ഇൻ ടാക്സ് ലയബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അടുത്ത വർഷം നമുക്ക് അത് റിവേഴ്സ് ചെയ്ത് ഈ 50,000 കിട്ടിക്കഴിഞ്ഞാൽ 50,000 കുറച്ചിട്ട് കുറച്ച് എമൗണ്ട് അടച്ചാൽ മതിയാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 10ാമത്തെ, അതർ നോൺ കറൻറ്റ് അസറ്റ്സ്.
This is the residual category for non-current assets. Any assets which is non-current and non-finance in nature and has not been classified in the above subheadings will get disclosed under this heading. ഇപ്പോൾ അതർ നോൺ കറൻറ്റ് അസറ്റ്സ് എന്താ പറയുന്നത്, ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിലൊന്നും പെടാത്ത നോൺ കറൻറ്റ് നാച്ചുറുള്ള അസറ്റ്സുകളെ നമുക്ക് എന്തിലേക്ക് എഴുതാം, അതർ നോൺ കറൻറ്റ് അസറ്റ്സിൽ എഴുതാം. ഇപ്പോൾ ക്യാപിറ്റൽ അഡ്വാൻസസ് അതർ ദാൻ ക്യാപിറ്റൽ അഡ്വാൻസസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ്, അഡ്വാൻസസ് ടു റിലേറ്റഡ് പാർട്ടീസ്, അതർ അഡ്വാൻസസ് ആണ് സാധാരണയായിട്ട് ഇതിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് ഇൻക്ലൂഡ് ക്യാഷ് ആൻഡ് അപ്പോൾ നോൺ കറണ്ട് അസറ്റ്സ് കഴിഞ്ഞു. കറണ്ട് അസറ്റ്സ് ഇൻക്ലൂഡ് ക്യാഷ് ഈക്വലൻസ്, അസറ്റ്സ് ഇൻറ്റൻഡഡ് ഫോർ സെയിൽ ഓർ കൺസംഷൻ ഓർ എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ഇൻ ക്യാഷ് within 12 months or in the company's normal operating cycle and held primarily for the purpose of being traded. ട്രേഡ് എന്നുള്ള പർപ്പസിന് ഉപയോഗിക്കുന്നതും 12 ഇയറിലും 12 മാസത്തിലും കുറവാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ ടൈം, അല്ലെങ്കിൽ നോർമൽ ഓപ്പറേറ്റിംഗ് ടൈമിലാണ് ഇത് ക്യാഷ് വീണ്ടും തിരിച്ച് റിയലൈസ് ചെയ്ത് വരുന്നതെങ്കിൽ അത്തരം അസറ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് 1 ഇയറിലും ചോട്ടിലായിരിക്കും ഈ അസറ്റ്സിൻ്റെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നടന്ന് അത് ക്യാഷായിട്ട് മാറുന്നത്. കറണ്ട് അസറ്റ്സിൽ ഇപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് വൺ ഇൻവെൻറ്ററി, സെക്കൻഡ് കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സിൽ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, കറണ്ട് ലോൺസ്, തേർഡ് കറണ്ട് ടാക്സ് അസറ്റ്സ്, ഫോർത്ത് അതർ കറണ്ട് അസറ്റ്സ്. ഇത്രയും ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് വൺ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കാണ്. ദ ടേം ഇൻവെൻറ്ററി ഈസ് ഇൻക്ലൂഡ് ഗുഡ്സ് ഹെൽഡ് ബൈ എൻ എൻ്റർപ്രൈസ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസംഷൻ ഇൻ വിച്ച് പ്രൊഡക്ഷൻ പ്രോസസ് ഓർ വിച്ച് ആർ കറൻ്റിൽ ഇൻ ദ പ്രൊഡക്ഷൻ സൈക്കിൾ ഓർ ബീയിങ് ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഇൻവെൻറ്ററി നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കാം, പ്രൊഡക്ഷൻ സൈക്കിൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ സെയിലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയും നമ്മൾ എന്തായിട്ട് പറയും, ഇൻവെൻറ്ററി ആയിട്ട് പറയാറുണ്ട്. നെക്സ്റ്റ് അതിലിപ്പോൾ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, സ്റ്റോർ, ലൂസ് ടൂൾസ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഇതൊക്കെ എന്താണ് ഇൻവെൻറ്ററിയിൽ വിടുന്നതാണ്. നെക്സ്റ്റ് കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് ജനറലി മീൻ ക്യാഷ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് അനദർ എൻറ്റിറ്റി ആൻഡ് എ കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഓർ അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പോൾ ക്യാഷ് ആയിരിക്കാം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് അതർ എൻറ്റിറ്റി, മറ്റ് സ്ഥാപനങ്ങളിലെ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സോ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടാനുള്ള ക്യാഷ് ആയിരിക്കാം. ഇതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ an enterprise instead of keeping its short-term cash surpluses in bank accounts may invest the same in financial instruments to generate higher returns. Such investments are usually made in instruments which are highly liquid and convertible into cash quickly. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണ്, ഒരു എൻ്റർപ്രൈസ് നമ്മളുടെ കുറച്ച് പൈസ ബാങ്കിലിട്ട് വെക്കുന്നതിന് പകരം അത് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ്സിൽ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ കറൻറ്റ് ട്രേഡ് റിസീവബിൾസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് വിത്തിൻ 12 months, 12 മാസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു കിട്ടുന്ന ട്രേഡ് റിസീവബിൾസ്. നമുക്കാരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തു, നമുക്ക് ക്യാഷ് കിട്ടാനുണ്ട്, 12 മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാഷ് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അതിനെ എന്ത് പേര് പറയും, കറൻറ്റ് ട്രേഡ് റിസീവബിൾ എന്നുള്ള പേര് പറയും. നെക്സ്റ്റ് വൺ എന്താണ്, കറൻറ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 പ്രകാരം ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്, ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ റെഡിലി കൺവേർട്ടബിൾ ഇൻ ടു നോൺ എമൗണ്ട്സ് ഓഫ് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഏത് ഹെഡിങ്ങിലാണ് ഉൾപ്പെടുത്തുക, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിലാണ് ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് കറൻറ്റ് ലോൺസ് ആണ്. കറൻറ്റ് ലോൺസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് വിത്തിൻ 12 months. 12 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ലോണുകളെ നമ്മൾ എന്ത് പേര് പറയുന്നു, കറൻറ്റ് ലോൺസ് എന്നാണ് പേര് പറയുക. അതിപ്പോൾ ലോണിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ് ആയിരിക്കാം, ലോൺസ് ടു റിലേറ്റഡ് പാർട്ടീസ്, സെക്യൂർഡ് ലോൺസ്, അൺസെക്യൂർഡ് ലോൺസ്, ഇങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെടാം. അപ്പോൾ അതിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി മെയിൻ കറൻറ്റ് ടാക്സ് അസറ്റ്സ് ആണ്. നെറ്റ് കറൻറ്റ് ടാക്സ് അസറ്റ്സ്, കമ്പനീസ് ആർ റിക്വയർഡ് ടു പേ അഡ്വാൻസ് ടാക്സ് ഓൺ ദ എസ്റ്റിമേറ്റഡ് ടാക്സബിൾ ഇൻകം. അപ്പോൾ ഇത് പറഞ്ഞു, ഇത്രയും പീരീഡിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ എമൗണ്ട് ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്,
കറൻറ്റ് പീരീഡിൽ കൂടുതൽ ടാക്സും, അപ്പോൾ വരുന്ന പീരീഡിൽ നമുക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ കൂടുതൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമുക്കത് അസറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് കറൻറ്റ് ടാക്സ് അസറ്റ്സ്, അതർ കറൻറ്റ് അസറ്റ്സ്. ഇത് ഈ ഹെഡിങ്ങിലൊന്നും പെടാത്ത കറൻറ്റ് നാച്ചുറുള്ള അസറ്റ്സിന് നമ്മൾ എഴുതും? അതർ കറൻറ്റ് അസറ്റ്സ് എന്നുള്ള ഹെഡിങ്ങിൽ എഴുതും. ഇനി ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞു, നോൺ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് അസറ്റ്സും കഴിഞ്ഞു. ഇപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് ബാലൻസ് ഷീറ്റിൻ്റെ. ശരിക്കും ഈ ഫോർമാറ്റിൽ അങ്ങനെ ഇല്ല, എന്നാലും ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി റെപ്രസെൻറ്റ്സ് ദ ക്ലെയിം ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓവർ ദി അസറ്റ്സ് ഓൺഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്ലെയിമിനെയാണ് നമ്മൾ പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സാണ് ഈ ബിസിനസ്സിൻ്റെ ഓണേഴ്സ്, അവരുടെ കയ്യിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള സംഭവങ്ങൾ. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയണ്ടായിരിക്കും. ഷെയർസ്, ഓർഡിനറി ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ടോട്ടൽ എമൗണ്ട് എത്രയാണ്, എത്ര ഷെയറാണ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, എത്രയാണ് അതിൻ്റെ ഡിവിഡൻഡ്, ഏത് ക്ലാസ് ഓഫ് ഷെയർസാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരിക്കും. അതർ ഇക്വിറ്റിയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതർ ഇക്വിറ്റി ഇൻക്ലൂഡ്സ് ഓൾ ഐറ്റംസ് അതർ ദാൻ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്നുള്ള ഐറ്റം അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഏതിൽ വരും? അതർ ഇക്വിറ്റിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ മണി, പെൻഡിങ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ മണി, അതേപോലെ തന്നെ റിസർവ് ആൻഡ് സർപ്ലസ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്, അത് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്, സർപ്ലസ്, റീവാലുവേഷൻ സർപ്ലസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് അതർ ഇക്വിറ്റിയിൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ പറഞ്ഞു ഞാൻ ഷെയർസിൻ്റെ എണ്ണം, അതിൻ്റെ വാല്യൂ, എത്ര ഷെയറാണ് മുൻപുണ്ടായിരുന്നത്, എന്തൊക്കെ റൈറ്റ്സാണ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത്, അതേപോലെ തന്നെ എന്താണ് ഡിവിഡൻറ്റിൻ്റെ കണ്ടീഷൻ, എങ്ങനെയാണ് ഈ ഷെയറിൻ്റെ ട്രേഡ് നടക്കുന്നത്, എത്ര കോള് വിളിച്ചിട്ടുണ്ട്, എത്ര ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ. നെക്സ്റ്റ് വൺ റിസർവ് ആൻഡ് സർപ്ലസിൽ. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസർവ് ആൻഡ് സർപ്ലസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഓർ അതർ ഇക്വിറ്റി. അതിലെന്തൊക്കെയാണ് വരുന്നത്? ഇത് നമ്മൾ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം റിട്ടേൺ ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ റിസർവ് വരും, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, അതർ റിസർവ്, റീറ്റെയിൻഡ് ഏണിങ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. നെക്സ്റ്റ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് വരും. നോൺ കറൻറ്റ് ലയബിലിറ്റീസ് അതർ ദാൻ കറൻറ്റ് ലയബിലിറ്റി. കറൻറ്റ് ലയബിലിറ്റി അല്ലാത്തതൊക്കെ നോൺ കറൻറ്റ് ലയബിലിറ്റിയാണ്. നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ, നോൺ കറൻറ്റ് പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതർ നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. ഇത്രയും നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, താങ്ക് യു.